ഒരുപാട് സംഭവങ്ങൾ കാണാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മൻ ഖുരിഅ സൂറത്തു യാസീൻ ഫി ബൈത്തി. ആരെങ്കിലും അവരുടെ വീട്ടിൽ വെച്ച് സൂറത്തു യാസീൻ ഓതിയാൽ, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് യാസീൻ സൂറത്ത് ഓതപ്പെട്ടാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഇത് ഹദീസിലുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും എന്നാണ്. ഇത് സ്വഹീഹായ ഹദീസാണോ ദഈഫായ ഹദീസാണോ എന്ന് ഇമാമിങ്ങൾക്കിടയിൽ ചർച്ചയുണ്ടെങ്കിലും ഈ ഹദീസിന്റെ വിശദീകരണം ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ പലരും പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണവും യാസീനും ഒക്കെ ഓതേണ്ടതാണ്. ബഹുമാനപ്പെട്ട ബാബ ഹാജ് നമ്മിൽ നിന്ന് വിട പറഞ്ഞ് 12 വർഷം പൂർത്തിയാകുന്നു. ഈ നാടിന് ദീനിനു വേണ്ടി വളരെ കൂടുതൽ ക്രിയാത്മകമായി ഈ നാടിനു വേണ്ടി അവർ പ്രവർത്തിച്ച മഹൽ വ്യക്തിത്വമാണ്. ദീനിനും അതുപോലെ തന്നെ ധാരാളം നന്മകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബാബ ഹാജി. ബാബ ഹാജിയെ സംബന്ധിച്ചിടത്തോളം നൂറുൽ ഹുദ മദ്രസയും ഇവിടെ മഹല്ല് ജമാഅത്ത് പള്ളിയുമായി ധാരാളം ഇടപഴകി ജീവിച്ച ഒരു വ്യക്തിയാണ്. ദീന് ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് മക്കൾക്കൊക്കെ മാതൃകയാക്കിയ മഹൽ വ്യക്തിത്വമാണ്. ഇങ്ങനെയൊരു നല്ലൊരു ജീവിതം നയിച്ചു വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ നല്ല കൾച്ചറിലേക്ക് രൂപപ്പെടുത്തിയ മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബാബ ഹാജി. ഇങ്ങനെ മക്കൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത് ബാപ്പ പഠിപ്പിച്ചു കൊടുത്ത ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമുക്കും നമ്മുടെ പിൻഗാമികൾ ഇതുപോലെ ദുആ ചെയ്യണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള മജ്‌ലിസുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. പുതിയ കാലഘട്ടത്തിൽ എന്താണ്, ആണ്ടുകൾ വരുമ്പോൾ 1, 2, 3, 4 വർഷം ആണ്ട് കഴിക്കും. പിന്നെ വലിയ നമ്മതാണ് പക്ഷേ മൗലിദ് ഒഴിവാക്കി ഫാത്തിഹോദി തോർക്കുന്നത് ചിലപ്പോൾ ഹൈറായിരിക്കില്ല, ഷെറായിരിക്കും. ചിലപ്പോൾ ഒരു ചങ്ങായി വന്നിട്ടുണ്ടാവും കുടുംബത്തിൽ വരാം, പുതിയ ആളാണ്. മൂപ്പര് വന്നിട്ട് പറയും ഇക്കൊല്ലം നമുക്ക് യാസീൻ ഓതിയാൽ മതി, യാസീനാണല്ലോ മൗലിദിനേക്കാൾ ബെറ്റർ, യാസീൻ ഓതിയാൽ അതിന് ശരി ബെറ്റർ യാസീൻ തന്നെ, അത് യാസീൻ ഓതി. 10 കൊല്ലം മുമ്പാണ് ഫാത്തിഹ ഓതാ. ഫാത്തിഹ പറഞ്ഞാൽ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്യും എന്ന് എന്റെ ദീന് ഇങ്ങനെ ഒറ്റയ്ക്കില്ലായ്മ ചെയ്യില്ല, ഘട്ടം ഘട്ടമായിട്ട് ഇല്ലായ്മ ചെയ്യും. പുതിയ കൾച്ചറുകളിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിലെ എഡ്യൂക്കേഷനിലെ യൂണിഫോമിറ്റി എന്താണ്? പുതിയ കുട്ടികളൊക്കെ യൂണിഫോം അവർക്ക് സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കും. അവരുടെ യൂണിഫോമും അവരുടെ കൾച്ചറും നാളെയുടെ നന്മയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാവേണ്ട പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എന്തോ ഒരു വേഷമാണ് അവർ സ്വീകരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ആയിപ്പോയാൽ രക്ഷിതാക്കൾ മറുപടി പറയേണ്ടി വരും. രക്ഷിതാക്കൾ മറുപടി പറയണം. കുട്ടിയുടെ കാര്യത്തിൽ ചോദിക്കപ്പെടുന്നത് രക്ഷിതാവിനോടാണ്. രക്ഷിതാവ് മറുപടി പറയണം. ഇസ്ലാമികമായ ഉന്നതമായ സംസ്കാരവും ഇസ്ലാമികമായ ശൈലിയും പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാകും? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഹൗലുൽ കൗസർ വിതരണം ചെയ്യും. അന ഫറത്തുകും ബിഹൗലിൻ, ഞാൻ ഹൗലുൽ കൗസർ വിതരണം ചെയ്യും, അതിനടുത്ത് നിങ്ങൾ കാത്തിരിക്കുമെന്ന് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. എന്നിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഹൗലിന്റെ അടുത്ത് നമ്മൾ കാത്തിരിക്കുമ്പോൾ അതിൽ ആട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗമുണ്ട്. ആരറിയത്? ആട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗം. ഇന്നക്കലാത്ത തിരി നബിയെ തങ്ങൾക്കറിയില്ല. അല്ലാഹു തആല പറയാൻ ഒരു ഇന്നക്കലാത്ത തിരി നബിയെ തങ്ങൾക്കറിയില്ല. എന്ത്? മാ ബദ്ദലു, അവർ മാറ്റം വരുത്തി. മിൻ ബഅദിക്, അങ്ങയുടെ കാലശേഷം മാറ്റം വരുത്തിയവർക്ക് നിങ്ങൾക്കറിയില്ല. ഇസ്ലാമിക സംസ്കാരത്തിൽ മാറ്റം വരുത്തി വഹാബിയായി പോയി, അല്ലെങ്കിൽ ബിദ്അത്തുകാരനായി പോയി, അവർക്ക് ഹൗലുൽ കൗസർ ലഭിക്കൂല എന്നർത്ഥം. എന്നിട്ട് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാൻ യഖൂലു
യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശേഷം പറയും സുഹ്കൻ സുഹ്കൻ, പോ പോ, അവിടെ നിൽക്കണ്ട, മാറി നിൽക്കൂ എന്ന് പറയും. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ധരിച്ച ഹദീസാണ്. അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. മഹാന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. സർവ്വ ഗ്രന്ഥങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ഖുർആനാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ട ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ഇമാം മുഹമ്മദ് ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ നാളെ നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ്. നമുക്ക് നാളെയുടെ ഭാവി നിർണ്ണയിക്കാനുള്ളതാണ്. അതിന് നമ്മുടെ മക്കളൊക്കെ ഇത്യാദി വഴികളിലേക്ക് പ്രവേശിപ്പിച്ച് നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ബാബ ഹാജി നൂറുൽ ഹുദയുടെ സ്ഥാപകകാല നേതാക്കളിൽ പ്രമുഖനാണ്. ഈ നാടിന്റെ ദീനീ ചലനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ മഹൽ വ്യക്തിത്വമാണ്. മക്കളെയൊക്കെ എല്ലാവരെയും ദീനിന്റെ വഴികളിലേക്ക് ആക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ സംഘടനാ രംഗത്തും ദീനി രംഗത്തൊക്കെ അവർ മക്കൾ ഇന്ന് നിറസാന്നിധ്യമാണ്. അല്ലാഹു മക്കൾക്കും മരുമക്കൾക്കും പേരമക്കൾക്കും എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് യാസീൻ ഓതുകയാണ്. ഇലാ ഹദറത്ത് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم.